സിന്ധു സതീശൻ. നമ്മുടെ ആർഷഭാരതത്തിലെ ഏറ്റവും വലിയ കൃതികളാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. രാമായണത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ രാമായണം രചിച്ചത് വാൽമീകിയും മഹാഭാരതം രചിച്ചത് വ്യാസനുമാണ്, വേദവ്യാസൻ. വാൽമീകിയും വ്യാസനും മഹർഷിമാരാണ്, ഇതൊക്കെ നമുക്കറിയാം. ഈ രണ്ട് വലിയ മഹാകാവ്യങ്ങൾ, ഇതിഹാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളിലും ഒരുപാട് ഉപനിഷത്തുക്കളുമുണ്ട്. പിന്നെ നമുക്കുള്ളത് 18 പുരാണങ്ങളാണ്. ഈ 18 പുരാണങ്ങളിൽ ഒരു പുരാണമാണ് പത്മപുരാണം. അപ്പോൾ പത്മപുരാണത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട പത്മപുരാണത്തിന് താമസ രാജസ സ്വഭാവമാണുള്ളത്. പക്ഷെ ഈ തമസ രജസ സ്വഭാവങ്ങൾ പ്രകടമാക്കുന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പറയുന്നത് വൈഷ്ണവ വർണ്ണനകളാണ്. അതുകൊണ്ട് തന്നെ പത്മപുരാണത്തെ സ്വാത്വികമാണെന്ന് ഗണിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ ഭക്തർക്ക് വിഷ്ണു പുരാണം കേൾക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതും വായിക്കുന്നതുമൊക്കെ അമൃതം പാനം ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ ആനന്ദകരവുമാണ്. വിഷ്ണു ഭക്തന്മാർക്കെല്ലാം വിഷ്ണു ഭക്തിയിൽ മതിമറന്ന് ആറാടാൻ, ആനന്ദിക്കാൻ പത്മപുരാണം ഒരു അവസരം കൊടുക്കുകയാണ്. പത്മപുരാണം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. പത്മപുരാണത്തിന് ആകെ 5 ദളങ്ങളാണുള്ളത്. അതിൽ 1 സൃഷ്ടിഖണ്ഡം, 2 ഭൂമിഖണ്ഡം, 3 സ്വർഗഖണ്ഡം, 4 പാതാളഖണ്ഡം, 5 ഉത്തരഖണ്ഡം. മഹർഷി പുലസ്ത്യനും ഭീഷ്മനുമായുള്ള സംസാര ശൈലിയാണ് സൃഷ്ടിഖണ്ഡത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭൗതികതയും അതീന്ദ്രിയവുമായ ജ്ഞാനം അതിശയോക്തികളുടെയും ഭാവനകളുടെയും വർണ്ണനകളോട് കലർന്ന് അതിൽ സൗരഭ്യം ചൊരിയുന്നു. ഗൃഹങ്ങൾ ആരാധിക്കപ്പെടുന്നു. തീർത്ഥാടനം മോക്ഷമാർഗമാകുന്നു. തീർത്ഥങ്ങളെല്ലാം തന്നെ മോക്ഷ കവാടങ്ങളാകുന്നു. ഇനി അടുത്തത് ഭൂമിഖണ്ഡമാണ്. ഇതിൽ ഭൂമിഖണ്ഡം എന്ന് പറഞ്ഞതുപോലെ തന്നെ വർണ്ണിക്കുന്നത് ഭൂമിയെ തന്നെയാണ്, ഭൂമി മാതാവിനെയാണ്. പുരാതന കാലത്തെ രാജപ്രമുഖന്മാരായിരുന്ന ഋതുവിനെ കുറിച്ചും യയാതിയെ കുറിച്ചും നഹുഷനെ കുറിച്ചുമെല്ലാം സങ്കല്പങ്ങളുടെ മേമ്പൊടി ചേർത്താണ് കഥയൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം സുവ്രതനെയും ശിവശർമ്മയെയും പോലുള്ള മഹർഷിമാരെ കുറിച്ചും കഥകളും ഭൂമിഖണ്ഡത്തിൽ കാണുന്നു. ഇന്നും നിഗൂഢമായ ഒരു കാലഘട്ടത്തിന്റെ ഭൂമിശാസ്ത്രവും ചരിത്രപരവുമായ ഇടവഴികളിലൂടെ കുറേയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഭൂമിഖണ്ഡത്തിൽ. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും പ്രധാന വിഷയമാണ്. പത്മപുരാണത്തിലെ സ്വർഗഖണ്ഡം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ഉദ്ഘോഷിക്കുന്നുണ്ട്. സ്വർഗഖണ്ഡത്തിലാവട്ടെ പർവ്വതങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. പുണ്യനദികളെല്ലാം തന്നെ പ്രാണപ്പൊരുൾ അറിഞ്ഞു തന്നെ ആനന്ദകരമായി ഒഴുകുന്നു. ആർഷഭാരത ദർശനത്തിന്റെ അഭൗമ തേജസ് നിറഞ്ഞു നിൽക്കുന്നു. അവതാരങ്ങളായ ശ്രീകൃഷ്ണന്റെ ലീലകളും ജീവിതവും പാതാളഖണ്ഡത്തിൽ വർണ്ണിക്കുന്നു. ശ്രീരാമചന്ദ്രന്റെ ജീവിതവും ഈ പാതാളഖണ്ഡത്തിൽ വിഷയമാകുന്നുണ്ട്. ഉത്തരഖണ്ഡത്തിൽ മതത്തിന്റെ അതിഭൗതിക ജ്ഞാനം ചർച്ച ചെയ്യുന്നു. ജഗത്തിന്റെ മാതാപിതാക്കളായ ശ്രീ പരമേശ്വരനും പാർവതിയും തമ്മിലുള്ള ഒരു സംഭാഷണമായാണ് ഇതിൽ നിർവഹിച്ചിരിക്കുന്നത്. സഹസ്രദളങ്ങളുള്ള ഒരു പുഷ്പത്തെ പോലെ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ അതിൽ വർണ്ണിക്കുന്നു. നൈമിഷ്യാരണ്യത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന സന്യാസിമാരോട്, മഹർഷികളോട് വസിഷ്ഠ മഹർഷിയുടെ പ്രധാന ശിഷ്യനായ മഹർഷി ലോമഹർഷണന്റെ മകൻ ഉപസ്രവൻ പറയുന്നതാണ് പത്മപുരാണത്തിലുടനീളം. ഇനി നമുക്ക് പത്മപുരാണത്തിലൂടെ ഒരു യാത്ര അടുത്ത വീഡിയോയിൽ.